നമസ്കാരം. ബീഹാർ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട കനത്ത പരാജയം കോൺഗ്രസ് പാർട്ടിയെ കാര്യമായി ഉലച്ചിരുന്നെങ്കിലും തെലങ്കാനയിലെയും രാജസ്ഥാനിലെയും ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ദേശീയ നേതൃത്വത്തിന് നിർണായകമായ ആശ്വാസവും പുത്തനുറവും നൽകിയിരിക്കുകയാണ്. ഈ ഫലങ്ങൾ അത് കള്ളവോട്ടും മറ്റ് നിയമവിരുദ്ധ മാർഗങ്ങളും ഉപയോഗിച്ച് ജനാധിപത്യ പ്രക്രിയകളെ തകർക്കാൻ ശ്രമിച്ചാലും അടിത്തട്ടിൽ നിന്നും വളർന്ന് മുന്നോട്ട് വരാനുള്ള കോൺഗ്രസിന്റെ പ്രാപ്തിയെയാണ് അടിവരയിടുന്നത്. ഈ അപ്രതീക്ഷിത വിജയങ്ങൾ അത് നിലവിലെ ഭരണകക്ഷിയായ NDAക്ക് ഒരു വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് പാളയത്തിൽ പ്രത്യാശയുടെ ഒരു പൊൻകിരണം പരത്തിയിരിക്കുകയാണ്. പാർട്ടിയെ ഉന്മൂലനം ചെയ്യാൻ തീവ്രമായി പരിശ്രമിക്കുന്ന കേന്ദ്രഭരണ നേതൃത്വത്തിന് മുന്നിലെ ഈ വിജയം ജാഗ്രതയോടെയുള്ള മുന്നോട്ടുള്ള പാതയുടെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നതെന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു. തെലങ്കാനയിലെ ജൂബിലി ഹിൽസിലും രാജസ്ഥാനിലെ ആൻലയിലുമൊക്കെ തന്നെ കോൺഗ്രസ് നേടിയ വിജയം തികച്ചും തന്ത്രപരമായിരുന്നു. തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ അത് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലെ അതൃപ്തി ഒഴിവാക്കുന്നതിനായി വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് മുഹമ്മദ് അസ്വറിനെ മന്ത്രിയായിട്ട് നിയമിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ പാർട്ടിക്ക് സഹായകമായ ഒരു സുപ്രധാനമായ നീക്കമായാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. മറുവശത്ത് രാജസ്ഥാനിലെ അൻഡയിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചടക്കിയത് മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെയും സംഘടനാപരമായിട്ടുള്ള കാര്യക്ഷമതയുടെ ഒക്കെ തന്നെ ഫലമാണ് എന്ന നിഗമനത്തിലാണ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. 15,000-ലധികം വോട്ടുകൾക്ക് പ്രമോദ് ജയൻ ഇവിടെ വിജയിക്കുകയും BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തത് കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് വളരെ ഊർജിതമാക്കിയിരിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ തിരിമറികൾ, വ്യാപകമായ വോട്ടർ തട്ടിപ്പ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്തുകളി എന്നിവ ബീഹാറിൽ നടന്നതായിട്ട് കോൺഗ്രസ് ശക്തമായി ആവർത്തിക്കുകയാണ്. ഇതിനു പുറമെ മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിൽ നടന്ന വോട്ടർ തട്ടിപ്പുകളുടെ തെളിവുകൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട സാഹചര്യത്തിൽ ബീഹാറിലെ ഫലം അട്ടിമറിക്കപ്പെട്ടതാണെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ്. വോട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ അറസ്റ്റ് പശ്ചിമബംഗാൾ സ്വദേശിയായ ബാപ്പി ആദിയുടേതായിരുന്നു. കർണാടകയിലെ അലന്ത മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റുന്നതിനായിട്ട് OTPകൾ BJP നേതാവിന്റെ ഡാറ്റാ സെന്ററിലേക്ക് എത്തിച്ചു നൽകി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ഡാറ്റാ സെന്ററിന് കരാർ നൽകിയത് BJP നേതാവും അലന്തിലെ MLAയുമായിരുന്ന സുഭാഷ് കുട്ടതോറും മകനും ചേർന്നാണ് എന്ന SITയുടെ കണ്ടെത്തൽ ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. വോട്ടർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ തെളിവുകൾ പുറത്തു വരുമ്പോഴും കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികകളിലെ ക്രമക്കേടുകൾ പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന SIR ഭേദഗതികളിലും ക്രമക്കേടുകൾ നടക്കുമെന്ന ആശങ്കകൾ പശ്ചിമബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ അഭിമാനമായി കണക്കാക്കിയിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സ്ഥാനം നിലവിലെ ഭരണകക്ഷിക്ക് അടിമപ്പെട്ട അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ഏതായാലും കർണാടകയിലെ ഈ അറസ്റ്റ് അത് നീതിന്യായ വ്യവസ്ഥ അത് ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവായി ഉയർത്തിക്കാട്ടുമ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ സംബന്ധിച്ച് രാജ്യവ്യാപകമായി ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അട്ടിമറികളിലൂടെ മാത്രം വിജയം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഭരണകക്ഷിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന തെളിവുകൾ വജ്രായുധമാണ് എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ദേശീയ തലത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ 12 സംസ്ഥാനങ്ങളിലെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഓരോ സംസ്ഥാനവും സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ KPCC പ്രസിഡന്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ ദേശീയ തലത്തിലെ പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പിടിപ്പുകേടും മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ ഭരണകക്ഷി അനുകൂലമായ മൃദു സമീപനവും ഒക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാനും കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നു. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതേ വർഷം മധ്യത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് ജ്ഞാനേഷ് കുമാറിന്റെ ഇരട്ടത്താപ്പാണ് എന്ന് കോൺഗ്രസ് ശക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് വോട്ട് ചോരിയെക്കുറിച്ച് കൂടുതൽ പത്രസമ്മേളനങ്ങൾ നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പല തട്ടുകളിലായാണ് കോൺഗ്രസ് ഭരണകക്ഷിക്കെതിരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും തങ്ങളുടെ രാഷ്ട്രീയ യുദ്ധം ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തുരങ്കം വെച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏകാധിപത്യ പ്രവണതകളെ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ സഖ്യം. അതിനായിട്ട് ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഏകോപിപ്പിക്കുകയാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.